ശരി, ഒരു ബക്കറ്റ് വെള്ളം നിനക്ക് 3 കാലത്ത് തരാം. അപ്പോൾ വെള്ളം കോരുകയാണ്. ഒരു ബക്കറ്റല്ല, 8 ബക്കറ്റ് വെള്ളം കോരി. 9ാമത്തെ ബക്കറ്റ് വെള്ളം കോരുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ബക്കറ്റ് കിണറിലേക്ക് വീണു. മുഖത്ത് ശക്തമായ ഇടിയേറ്റു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമര പോലുള്ള കവളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിക്കാനായി വിശപ്പും വേദനയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ കട്ടിയക്കാരത്തെ കൊണ്ട് വീട്ടിലേക്ക് നടന്നു. സംശയം, ഞാൻ അടിച്ചത് പ്രവാചകനെയാണ്. തന്റെ വാളെടുത്ത് കൈ ഛേദിച്ചു. അങ്ങനെ ആറാബി ബോധരഹിതനായിരുന്നു. അതാ ഒരു യാത്രാ സംഘം വരുന്നുണ്ടല്ലോ. ആ യാത്രാ സംഘത്തിന്റെ തലവൻ ആറാബിയെ കണ്ടു. കുറച്ച് വെള്ളമെടുത്ത് ആറാബിയുടെ മുഖത്ത് തളിച്ചു. അങ്ങനെ ആറാബി എണീറ്റു. അപ്പോൾ യാത്രാ സംഘം ചോദിച്ചു, എന്താ, എന്തു പറ്റി? കൈയാകെ നിറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ആറാബി നടന്നതെല്ലാം വിശദീകരിച്ചു പറയും. ഞാൻ അടിച്ചത് പ്രവാചകനെയാണ്. എനിക്ക് പ്രവാചകന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ യാത്രാ സംഘം ആറാബി പ്രവാചകനെ. ഈ സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയായെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ മടിയിലിരുത്തി ഹസൈനും മടിയിലിരുത്തി കാലത്ത് കൊള്ളുകയാണ്. ഈ സമയമാണ് യാത്രാ സംഘവും ആറാബി വീട്ടിലേക്ക് കയറുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയത്തോടെ ചോദിച്ചു, എന്താ, എന്ത് പറ്റി? കൈയാകെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ